അരാഷ്ട്രീയ പാർട്ടിയാണ് 2020 എന്ന വിമർശനത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കൊടുങ്ങല്ലൂരിലെ 2020 സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജ്. മുഖ്യധാരാ പാർട്ടികൾ ഉയർത്തുന്ന രാഷ്ട്രീയമല്ല 2020 മുന്നോട്ട് വയ്ക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാവ് ജോർജ് ചടയൻമുറിയുടെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും കുടുംബത്തിൽ നിന്നും താൻ ഈ പാർട്ടിയുടെ ഭാഗമായത് ഭാര്യ മറിയ ഉമ്മനുമായി ആലോചിച്ച ശേഷമാണെന്നും വർഗീസ് ജോർജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തൃശൂർ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ പോരാട്ടത്തെക്കുറിച്ച് നമുക്കറിയാം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷും അതോടൊപ്പം തന്നെ സിറ്റിംഗ് MLA VR സുനിൽകുമാറിനുമൊപ്പം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടതും മത്സരരംഗത്തേക്ക് എത്തിയതും 2020 പ്രതിനിധിയായിട്ടുള്ള ഡോക്ടർ വർഗീസ് ജോർജാണ്. ഈ 2020 എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയെ വളരെ കൗതുകത്തോടു കൂടിയാണ് പൊതുവെ കേരളത്തിലെ എല്ലാ ജനങ്ങളും കാണുന്നത്. അവർ NDAയുടെ സഖ്യകക്ഷിയാകുന്നു. ഇപ്പോൾ കൊടുങ്ങല്ലൂരിലടക്കം മത്സരരംഗത്തേക്ക് എത്തുന്നു. എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ? എന്താണ് ജനങ്ങളോട് പറയുന്നത്? ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ് 2020 ആയിരുന്നു. ഇന്നിപ്പോൾ NDAയുടെ ഭാഗമായപ്പോൾ ഞങ്ങൾ ദേശീയ മുന്നണിയുടെ ഭാഗമായിട്ട് മാറി. ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എപ്പോഴും കളിയാക്കി പറയാറുള്ളത് 2020 ഒരു രാഷ്ട്രീയ കക്ഷിയാണെന്നാണ്. അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. കാരണം അവരുടെ കൂട്ടത്തിൽ, രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടിയില്ലല്ലോ. 2020 പ്രവർത്തകർ വലിയ തോതിൽ കൊഴിഞ്ഞു പോവുകയും പിന്നീട് സംഘടനയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതെന്താണ് അവിടെ സംഭവിച്ചത്? അതൊരു വിമർശനമായി തന്നെ മറ്റുള്ളവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇത് 2020 അന്നും ഇന്നും ഒരു പൊതുശത്രുവാണ്. ആർക്ക്? തെറ്റ് ചെയ്യുന്നവർക്ക് ഒരു പൊതുശത്രുവാണ്. അപ്പോൾ 2020യെ നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഹിഡൻ അജണ്ടയാണ്. 2020യെ നശിപ്പിക്കുക, ടാറടിച്ച് കാണിക്കാന്ന്. 2020 എന്ന് ഒരാൾ പാർട്ടിയിൽ നിന്ന് പുറത്തോട്ട് പോയി അപ്പോൾ തന്നെ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും ഇത് കൊടുക്കുന്നു. അപ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് പ്രതിപക്ഷം എടുക്കും. ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ പാർട്ടിയിൽ നിന്ന് എല്ലാ ദിവസവും 200-300 പേര് വിട്ടുപോകുന്നുണ്ട്. ഞങ്ങൾ ഒരു ഇടതുപക്ഷ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ മരുമകൻ എന്നുള്ള നിലയിൽ കോൺഗ്രസ് പശ്ചാത്തലവും കൂടി താങ്കൾക്ക് പറയാനുണ്ട്. എങ്ങനെ ഈ സംഘടനയിലേക്ക് എത്തി എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഇടതുപക്ഷത്തിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോർജ് ചടയമുറി എന്ന് പറയുന്നത് എൻ്റെ മുത്തച്ഛനായിട്ട് വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ ആദർശവും ജനങ്ങൾക്ക് എല്ലാവർക്കും, പാർട്ടിക്കാർ പോലും എതിർത്ത് പറയാത്ത ആദർശവാദിയായിരുന്നു ജോർജ് ചടയമുറി എന്ന് പറയുന്നത്. അതാണ് ശരിയായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ. അറിയാൻ കഴിഞ്ഞത്, കേട്ടറിഞ്ഞതും മറ്റും താങ്കൾ ഭാര്യയുമായി ആലോചിച്ച്, മറിയ ഉമ്മനുമായി ആലോചിച്ചാണ് 2020യുടെ പ്രതിനിധിയാകാൻ തീരുമാനിച്ചതെന്നും ഇവിടെ മത്സരരംഗത്തേക്ക് എത്തിയതെന്നും അങ്ങനെയാണ്. അത് ശരിയാണോ? എൻ്റെ സ്ഥാനാർത്ഥിത്വം എൻ്റെ പാർട്ടി മുന്നോട്ട് വെച്ച നോമിനേഷനെ പോയി കഴിഞ്ഞപ്പോൾ അത് ഞാൻ ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾക്ക് കുടുംബത്തിലും ഞങ്ങൾക്ക് ആകെയുള്ള ഒരു നിബന്ധന എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യത്തിന് മുന്നിൽ നിൽക്കരുത്. ആദർശം നമ്മൾ സൂക്ഷിക്കണം. അപ്പയുടെ പേര് നമ്മൾ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ മറച്ചു വെച്ചാലും ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് എൻ്റെ കൂടെ വരും. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മരുമകനാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ പേര് എൻ്റെ കൂടെ വരും. ഒരിക്കലും ആ പേരിനെ മോശം വരുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ അല്ലെങ്കിൽ ആദർശത്തിന് പഴി കൊടുത്തുകൊണ്ടുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിൽ മുന്നോട്ട് ഇറങ്ങരുത്. അങ്ങനെ ഞാൻ ഇറങ്ങില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എൻ്റെ ഭാര്യയ്ക്കുണ്ട്. കാര്യം അവസാനമായിട്ട്, കൊടുങ്ങല്ലൂരിൽ സ്ഥാനാർത്ഥിയാണ്, വലിയ രാഷ്ട്രീയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് ആ മത്സരത്തിന് ഇറങ്ങുന്നത്? എതിരാളികൾ വളരെ ശക്തരുമാണ്. ഇപ്പോൾ തന്നെ NDAക്ക് ഇവിടെ 40-45,000 വോട്ടോളം ഉണ്ട്. ജയിക്കാനായിട്ട് 52,000 53,000 വോട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജയിക്കാവുന്നുള്ളൂ. അതായത് ഒരു 5,000-6,000 വോട്ടിൻ്റെ വ്യത്യാസമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അത് കാരണം ഇത് ഒരു ത്രികോണ മത്സരമായിരിക്കും. 10 കൊല്ലത്തെ ഇവിടുത്തെ സിറ്റിംഗ് MLAയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തട്ടെ. ഏതായാലും വളരെ വലിയ ആത്മവിശ്വാസത്തിലൂടെ തന്നെയാണ് സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. 2020 എന്നുള്ളത് ഒരു അരാഷ്ട്രീയ സംഘടനയല്ലെന്നും ജനങ്ങൾക്ക് മികച്ച നിലയിൽ സഹായം എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് 2020 എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഡോക്ടർ വർഗീസ് ജോർജിൻ്റെയും പ്രവർത്തകരുടെയും ഒക്കെ തീരുമാനം. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.